നമസ്കാരം. ഇന്നലെ നമ്മൾ ആ ഓസ്കാർ ലെവൽ പ്രകടനം പുറത്തുവിട്ടിരുന്നു. പ്ലാറ്റ്ഫോം 1-ലെ വീണ ജോർജിന്റെ ഉഷാറും പ്ലാറ്റ്ഫോം 2-ലെ നാടകവും നമ്മൾ കണ്ടു. എന്നാൽ ഇന്ന് കഥ മാറുകയാണ്. ആ അഭിനയത്തിന് പോലീസ് നൽകിയ അംഗീകാരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആ FIR റിപ്പോർട്ട്. വധശ്രമം, മാരകായുധങ്ങൾ, കഴുത്തിന് നേരെയുള്ള ആക്രമണം കേൾക്കുമ്പോൾ ഭീകരമായ ഒരു ഗൂഢാലോചന നടന്നതായിട്ടൊക്കെ തോന്നും. എന്നാൽ സത്യം എന്താണ്? ഭരണകൂടം പോലീസിനെ കൊണ്ട് എഴുതിക്കുന്ന ഈ വിശ്വസാഹിത്യ തിരക്കഥയുടെ ഉള്ളുകളികളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇത് വെറുമൊരു കേസല്ല. ഇത് ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും പ്രതിഷേധിക്കാനുള്ള അവകാശത്തിന്റെ മേലുള്ള ഭരണകൂട ഭീകരതയാണ്. നമുക്ക് നേരെ കണ്ണൂർ പോലീസ് തയ്യാറാക്കിയ ആ FIR-ലേക്ക് കിടക്കാം. ഒരു ക്രിമിനൽ കേസ് എങ്ങനെ ശമിക്കണം എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണിത്. മന്ത്രിയുടെ ഗൺമാൻ അഭിലാഷ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ. കരിങ്കൊടി കാട്ടുന്നതിനെ എങ്ങനെ വധശ്രമമാക്കാം എന്നതിന് പോലീസ് കണ്ടെത്തിയ വഴി നോക്കാം. മന്ത്രിയുടെ കഴുത്തിന് ലക്ഷ്യം വെച്ച് ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ഇങ്ങനെ മൊഴിയിൽ പ്രത്യേകം ചേർത്തിട്ടുണ്ട്. കഴുത്തിന് മുകളിൽ ആക്രമണം നടന്നുവെന്ന് രേഖപ്പെടുത്തിയാൽ അത് കോടതിയിൽ വധശ്രമമായി സ്ഥാപിച്ചെടുക്കാൻ എളുപ്പമാണ്. പ്രതികൾക്ക് ഒരു കാരണവശാലും ജാമ്യം ലഭിക്കരുത് എന്ന കൃത്യമായ അജണ്ട ഇതിന് പിന്നിലുണ്ട്. ഷംസീർ സാറിന്റെ ഒരു ബുദ്ധി നോക്കണേ. വീഡിയോ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് കരിങ്കൊടി കാട്ടിയ ചെറിയ വടികളാണ്. എന്നാൽ പോലീസിന്റെ രേഖകളിൽ അത് മാരകായുധങ്ങളാണ്. പ്രതിഷേധിക്കാൻ വന്നവർ കൊലയാളികളാണെന്ന് വരുത്തി തീർക്കാനുള്ള ഈ പോലീസിന്റെ ഈ ജാഗ്രത അഭിനന്ദിക്കണം. പതിനായിരങ്ങൾ എപ്പോഴും തിരക്കുള്ള കണ്ണൂർ സ്റ്റേഷനിൽ അവിടെ ഉണ്ടായിരുന്ന ആരും കേൾക്കാത്ത ഈ വിളി ഗൺമാൻ മാത്രം എങ്ങനെ കേട്ടു? ഇതൊരു നാടകീയമായ കൂട്ടിച്ചേർക്കലല്ലേ? കൊല്ലടാ അവളെ എന്നാണത്. നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്നുകൂടി വരാം. 1-ാം പ്ലാറ്റ്ഫോമിൽ മന്ത്രി വീണ ജോർജ് നിൽക്കുന്നുണ്ട്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ വിഷയം ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് അവർ കയർത്ത് സംസാരിക്കുന്നു. അവിടെ ഒരു വേദനയുടെ ലക്ഷണവുമില്ല. അവിടെ നിന്നും മന്ത്രി നടക്കുന്നു. വഴിയിൽ കാണുന്ന കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും കൈവീശി കാണിച്ച് അതിമനോഹരമായി ചിരിച്ചുകൊണ്ടാണ് മന്ത്രിയുടെ യാത്ര. എന്നാൽ 2-ാം പ്ലാറ്റ്ഫോമിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ സ്പീക്കറെ AN ഷംസീറിനെ കാണുന്നു. ഒരു സിനിമയിലെ ആക്ഷൻ സീനൊക്കെ പോലെ. ഞാൻ കഴിഞ്ഞ ദിവസവും ഇത് കാണിച്ചതാണ്. ഷംസീർ എത്തിയ നിമിഷം തന്നെ മന്ത്രിയുടെ മുഖം മാറുന്നു, വേദന കൊണ്ട് പുളയുന്നു, കഴുത്തിന് പിടിക്കുന്നു. പ്ലാറ്റ്ഫോം 1-ൽ ഇല്ലാതിരുന്ന വേദന 2-ൽ എത്തിയപ്പോൾ വന്നത് ഏത് മെഡിക്കൽ മിറാക്കിൾ കൊണ്ടാണെന്ന് കേരളത്തിലെ ഡോക്ടർമാർ ഒന്ന് പറഞ്ഞു തരണം. ആ 2 മിനിറ്റിൽ അവിടെ എന്ത് മാന്ത്രിക വിദ്യയാണ് നടന്നത്? മന്ത്രിക്ക് മർദ്ദനമേറ്റു എന്ന് വരുത്തി തീർക്കാൻ ഇപ്പോൾ സൈബർ വിങ്ങുകൾ ഒരു ചിത്രം പ്രചരിപ്പിക്കുന്നുണ്ട്. പോലീസുകാരന്റെ ബാഡ്ജോ മറ്റോ തട്ടി മന്ത്രിയുടെ കയ്യിൽ പോറലേറ്റ ചിത്രം. ഇത് കണ്ടാൽ ആർക്കും സഹതാപമൊക്കെ തോന്നും. പക്ഷെ സത്യം എന്താണ്? ഈ പോറലിന് ഈ സംഭവമായ ഒരു ബന്ധവുമില്ല. 4 ദിവസം മുമ്പ് നടന്ന മറ്റൊരു പരിപാടിയുടെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇതേ പോറലേറ്റ കൈ അവിടെയും കാണാൻ സാധിക്കും. പഴയ പരിക്കിനെ പുതിയ പ്രതിഷേധത്തിൽ തലയിൽ കെട്ടിവെച്ച് ഇരയാകാൻ ശ്രമിക്കുന്നത് എത്രത്തോളം തരം താഴ്ന്ന പണിയാണ്. വീണയ്ക്ക് ഇതൊക്കെ ശീലമായിരിക്കും, പക്ഷെ കാണുന്ന മലയാളികൾക്ക് ഇതൊന്നും ശീലമില്ല. കയ്യിലെ പോറലിന് എന്തിനാണ് കഴുത്തുവേദന അഭിനയിച്ച് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയത്? കൈയിന് വേദനിച്ചാൽ കഴുത്തിന് ബെൽറ്റ് ഇടുന്ന വിദ്യ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. അത് നമ്മുടെ കേരളത്തിൽ. എന്തിനാണ് ഈ നാടകം? അതിന്റെ ഉത്തരം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലുണ്ട്. അവിടെ ഒരു വീട്ടമ്മയ്ക്ക് നേരിടേണ്ടി വന്ന ചികിത്സാ പിഴവ് അത്രത്തോളം ഗുരുതരമാണ്. ആ കുടുംബം നീതിക്ക് വേണ്ടി കരയുമ്പോൾ ആഭ്യന്തര വകുപ്പും ആരോഗ്യ വകുപ്പും പ്രതിക്കൂട്ടിലാണ്. ഈ വീഴ്ചകൾ ചർച്ചയാകാതിരിക്കാൻ, ജനശ്രദ്ധ തിരിക്കാൻ മന്ത്രി പ്രയോഗിച്ച ബുദ്ധിശൂന്യമായ തന്ത്രമാണ് ഈ മർദ്ദന നാടകം. ഞാനൊരു ഇരയാണ്, എന്നെ കൊലപ്പെടുത്താൻ നോക്കിയെന്ന് വരുത്തി തീർത്താൽ പിന്നെ ആരും വണ്ടാനത്തെ കുറിച്ചൊന്നും ചോദിക്കില്ലല്ലോ. പണ്ട് സ്കൂൾ കലോത്സവത്തിലോ മറ്റോ മോണോ ആക്ടിന് സമ്മാനം കിട്ടിയ കഴിവ് ഇപ്പോഴും ഭരണത്തിൽ ഇരിക്കുമ്പോൾ പുറത്തെടുക്കുകയാണ് മന്ത്രി. പക്ഷെ മാഡം കാണുന്നത് ബുദ്ധിയുള്ള ജനങ്ങളാണെന്ന് നിങ്ങൾ മറന്നുപോയി. മന്ത്രിയുടെ ഈ അഭിനയത്തിനെ മറപിടിച്ച് കണ്ണൂരിൽ CPM നടത്തിയത് വലിയ അഴിഞ്ഞാട്ടമാണ്. കോടിയേരിയിലെ കോൺഗ്രസ് ഓഫീസിന് തീയിട്ടു, DCC ഓഫീസിന് നേരെ കല്ലെറിഞ്ഞു, KSU നേതാവ് ഫർഹാൻ മുണ്ടേരിയെ തെരുവിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു. മന്ത്രിക്ക് നേരെ പ്രതിഷേധിച്ചവരെ വധശ്രമത്തിന് ജയിലിലിട്ട പോലീസ് ഈ തീവെപ്പുകാരനെയും മർദ്ദകരെയും കണ്ടില്ലെന്ന് നടിക്കുന്നു. ഇതാണോ ഇന്ത്യയുടെ ജനാധിപത്യം? പോലീസിനെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാമെന്ന് കരുതിയാൽ അത് നടപ്പില്ല. ഇന്ത്യയിലെ നിയമവ്യവസ്ഥ കള്ളം പറയുന്ന മന്ത്രിമാർക്ക് വേണ്ടിയല്ല, സത്യം പറയുന്ന സാധാരണക്കാരന് വേണ്ടിയാണ്. ഇപ്പോ മന്ത്രി എന്തായാലും മെഡിക്കൽ കോളേജിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ എത്തി ആശ്വസിപ്പിക്കുന്ന ചിത്രം കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് 2 പറയാനാണ് തോന്നിയത്. പാവപ്പെട്ട രോഗികൾ ചികിത്സ കിട്ടാതെ വരി നിൽക്കുമ്പോൾ ഒരു ചെറിയ പോറലിന്റെ പേരിൽ നാടകം കളിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിലെ സകല സൗകര്യങ്ങളും ഉപയോഗിച്ച് വിശ്രമിക്കുന്ന മന്ത്രി ആരോഗ്യ കേരളത്തിന് നാണക്കേടാണ്. യഥാർത്ഥ വേദന എന്താണെന്ന് മന്ത്രിക്ക് അറിയണമെങ്കിൽ വയറ്റിൽ കത്രികയുമായി 5 വർഷം നടന്നാൽ മതി. അപ്പോൾ അറിയാം ആ വേദനയും ബുദ്ധിമുട്ടും. അല്ലെങ്കിൽ വണ്ടാനത്ത് ചികിത്സാ പിഴവ് മൂലം ആ വീട്ടമ്മയുടെ അനുഭവം നിങ്ങൾക്കൊന്ന് അനുഭവിക്കണമെങ്കിൽ അതോ മറ്റോ ട്രൈ ചെയ്ത് നോക്കൂ. ആ വേദനകൾക്കൊന്നും ഒരു വിലയും നൽകാത്ത മന്ത്രി തന്റെ കയ്യിൽ ഒരു ചെറിയ പോറലിന് വധശ്രമം എന്ന് പേരിടുമ്പോൾ ജനം ചിരിക്കുകയാണ്, തലയിൽ കൈവയ്ക്കുകയാണ്. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലോ മുംബൈയിലോ ഇതിലും വലിയ പ്രതിഷേധങ്ങൾ നടക്കാറുണ്ട്. അവിടുത്തെ മന്ത്രിമാരൊന്നും ഇത്രയും
തരം താഴ്ന്ന തമാശകളൊന്നും കാണിക്കാറില്ല. പ്രതിഷേധക്കാരെ നേരിടാൻ അവർക്ക് ധൈര്യമുണ്ട്. എന്നാൽ ഇവിടെ മാധ്യമ പ്രവർത്തകരെ കടിച്ചു കീറാൻ വരുന്ന മന്ത്രി ക്യാമറ തിരിഞ്ഞാൽ അവശത അഭിനയിക്കുന്നു. അത് കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ബോധത്തെ വെല്ലുവിളിക്കലാണ്. ഭരണകൂടം പോലീസിനെ ഉപയോഗിച്ച് തിരക്കഥകൾ എഴുതുമ്പോൾ നമ്മൾ മിണ്ടാതിരുന്നാൽ നാളെ നമ്മൾ ഓരോരുത്തരും ഇത്തരത്തിലുള്ള കള്ളക്കേസുകളിൽ കുടുങ്ങും. ഒരു കരിങ്കടി കാട്ടുന്നത് എങ്ങനെയാണ് കൊലപാതക ശ്രമമാകുന്നത്? വീണ ജോർജ് മാഡം, നിങ്ങൾ പണ്ട് മോണോ ആക്ടിന് വാങ്ങിയ സമ്മാനം എന്തിനായിരുന്നാലും അത് നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ മതി. ഞങ്ങൾക്കത് അനുഭവിക്കാൻ യാതൊരു താല്പര്യവുമില്ല. ഇന്ന് കേരളം നിങ്ങൾക്ക് നൽകുന്നത് മികച്ച പ്രഹസനത്തിനുള്ള അവാർഡാണ്. ദൃശ്യങ്ങൾ കള്ളം പറയില്ല. ഏറ്റവും വെറുക്കപ്പെട്ട മന്ത്രിയാണ് നിങ്ങൾ. പ്ലാറ്റ്ഫോം 1 ചിരിയും പ്ലാറ്റ്ഫോം 2 നാടകവും സോഷ്യൽ മീഡിയയിൽ പടരുകയാണ്. വണ്ടാനത്തെ വീട്ടമ്മയുടെ കുടുംബത്തിന് നീതി നൽകുന്നതിന് പകരം ജനശ്രദ്ധ മാറ്റാൻ ഇത്തരത്തിലുള്ള സെന്റിമെന്റൽ നാടകങ്ങൾ കളിക്കുന്നത് ഒരു മന്ത്രിക്ക് ചേർന്നതല്ല. നിങ്ങൾ ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യല്ല. ഈ നാടകത്തിന്റെ ഏറ്റവും വലിയ ക്ലൈമാക്സ് അരങ്ങേറിയത് മെഡിക്കൽ കോളേജിലെ ആ ICUവിന് മുന്നിലാണ്. നാടിന്റെ ക്രമസമാധാനം കാക്കേണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഈ പ്രഹസനത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കാൻ നേരിട്ടെത്തുന്നു. സ്വന്തം മന്ത്രിയുടെ ഒരു ചെറിയ പോറലിനെ വധശ്രമമായി ചിത്രീകരിക്കാൻ മുഖ്യമന്ത്രി തന്നെ ആശുപത്രിയിൽ ഓടിയെത്തുമ്പോൾ അവിടെ തകരുന്നത് കേരളത്തിലെ ഭരണ സംവിധാനത്തിന്റെ വിശ്വാസ്യതയാണ്. പിണറായി വിജയൻ അവിടെ എത്തിയത് മന്ത്രി ആശ്വസിപ്പിക്കാനല്ല. നിങ്ങൾ വണ്ടാനത്ത് പോയിരുന്നു അവരെ ആശ്വസിപ്പിക്കാൻ? ഇല്ലല്ലോ. മറിച്ച് ഈ കള്ളക്കഥയ്ക്ക് ഔദ്യോഗികമായി ഒരു മുദ്ര പതിപ്പിക്കുന്നു. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇത്രത്തോളം തരം താഴ്ന്ന ഒരു PR സ്റ്റാൻഡിന് തയ്യാറാകുന്നത് കാണുമ്പോൾ സഹതാപം തോന്നുകയാണ്. ഇവിടെയാണ് പിണറായി പോലീസിന്റെ യഥാർത്ഥ മുഖം വെളിപ്പെടുന്നത്. പുറത്തു വന്ന ദൃശ്യങ്ങളിൽ കരിങ്കോടി പ്രതിഷേധം മാത്രം കാണുമ്പോൾ പോലീസിന്റെ FIRൽ ഇത് കൊല്ലടാ എന്ന ആക്രോശമായി മാറുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ഷംസീറിന്റെയാണോ പിണറായി വിജയന്റെയാണോ? ഈ തിരക്കഥ എഴുതിയത് DGP ഓഫീസിലാണോ അതോ EKG സെന്ററിലാണോ? ഓരോ മലയാളിയും സംശയിക്കുന്ന ചോദ്യമാണിത്. പ്രതിപക്ഷത്തെ യുവനേതാക്കളെ ഏത് വിധേനയും കൊടുക്കാൻ മാരകായുധം എന്ന വാക്ക് തിരികെ കയറ്റി ആ ഉദ്യോഗസ്ഥൻ യഥാർത്ഥത്തിൽ കാക്കിക്ക് തന്നെ അപമാനമാണ്. പ്രതിഷേധം അടിച്ചമർത്താൻ കള്ളക്കേസ് എടുക്കുന്ന ഈ രീതി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും ഇത്ര ലജ്ജയില്ലാത്ത രീതിയിൽ നടന്നിട്ടുണ്ടാകില്ല. എന്നും ഉത്തരേന്ത്യയെ നിങ്ങൾ വിമർശിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ അതിന് യോഗ്യനല്ല. മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് ഒന്നേയുള്ളൂ, നിങ്ങളുടെ ഈ പോലീസ് സന്നാഹവും അമിത ജാഗ്രതയും വണ്ടാരത്ത് അനുഭവിച്ച ആ പാവം വീട്ടമ്മയുടെ കുടുംബത്തിന് നീതി നൽകാൻ കണ്ടില്ലല്ലോ. വയറ്റിൽ കത്രികയുമായി നടന്ന ആ അമ്മയുടെ ആ ഒരു വേദന നിങ്ങൾക്ക് കാണാൻ സാധിച്ചില്ലല്ലോ. എന്തായാലും അവിടെയെല്ലാം നീതി നൽകിയാൽ വോട്ട് ബാങ്ക് തകരുമെന്ന പേടിയാണോ മന്ത്രിയുടെ കയ്യിൽ ഒരു 4 ദിവസത്തെ പഴക്കമുള്ള പോറലിന് വധശ്രമത്തിന് കേസെടുക്കാൻ കാണിച്ച ആവേശം? കണ്ണൂരിൽ കോൺഗ്രസ് ഓഫീസിന് തീയിട്ട സ്വന്തം പാർട്ടിക്കാരായ ക്രിമിനലുകൾക്കെതിരെയും കാണിക്കാനുള്ള ആ ഒരു തന്റെ ഇടം പിണറായി പോലീസിനുണ്ടോ? ഭരണകൂടം പോലീസിനെ കൊണ്ട് ചമയിക്കുന്ന ഈ മാതൃകാ FIR നാളെ നിയമ കോടതികളിൽ തകർന്നു വീഴുക തന്നെ ചെയ്യും. പക്ഷേ രാഷ്ട്രീയ എതിരാളികളെ ജയിലിലടച്ചില്ലാതാക്കാമെന്ന ഈ ഫാസിസ്റ്റ് ബുദ്ധി ജനാധിപത്യത്തിന് ഏൽപ്പിക്കുന്ന മുറിവ് വലുതാണ്. വീണ ജോർജ് മാഡം, നിങ്ങളുടെ അഭിനയവും പിണറായി വിജയന്റെ പിന്തുണയും പോലീസിന്റെ തിരക്കഥയും ചേർന്ന് കേരളത്തെ ഒരു വലിയ തമാശയാക്കി മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ഇതൊന്നും കണ്ടും കേട്ടും കേൾക്കാത്ത പോലെ ഇരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കാരണം 10 വർഷമായി നിങ്ങളെയെല്ലാം സഹിക്കാൻ തുടങ്ങിയിട്ട്. ഇതിനുള്ള ശബ്ദം എന്തായാലും, ഇതിനെതിരെയുള്ള ശബ്ദം എന്തായാലും വോട്ട് ബാങ്കുകളിൽ നിങ്ങൾക്ക് കാണാനായി തയ്യാറെടുത്തിരിക്കുകയാണ്. നിങ്ങൾ കാത്തിരുന്നോളൂ, നിങ്ങൾക്കുള്ള മറുപടികൾ അവിടെ വീഴും. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പോലീസിന്റെ ഈ FIRനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.